ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ ആർട്സ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് കിടിലമാണ്, പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് മാർവൽ കോമിക്സും ദ OG കോമിക്സ് ബാലരമയായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്കറിയാം ബാലരമ കുറച്ച് അധികം വീഡിയോ ഇല്ല, നമ്മളെ OG കോമിക്സ് ഒറിജിനൽ സാധനമാണിത്. പക്ഷെ ഇത് ഇത്തിരി അണ്ടർ റേറ്റഡ് സാധനമാണ്. Okay, എനിക്ക് 20 വയസ്സായി, but I'm still reading this because I love to read this. എന്തായാലും ബാലരമ കുറച്ച് വെള്ളിൽ ഉണ്ടാവുന്ന ഷോർട്സും രണ്ടോ മൂന്നോ ലോങ് ഫോം വീഡിയോ ഞാൻ തപ്പിയപ്പോൾ മലയാളത്തിൽ പോലും കണ്ടോളൂ. എന്തൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ മാർവൽ കോമിക്സിനെയും ഈ ബാലരമയും കമ്പയർ ചെയ്യണം. പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്, എങ്ങനെ ആകും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാൽ പോലും നല്ല രീതിക്ക് നല്ലൊരു കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് എൻ്റെ ആഗ്രഹം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഇത് തൽക്കാലം നമുക്ക് വേണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ക്രോണോളജിക്കൽ ഓർഡർ. തുടങ്ങിയ കാലം തൊട്ട് അപ്പോൾ മാർവൽ കോമിക്സ് തുടങ്ങിയത് ടെക്നിക്കലി ബാലരമയെക്കാട്ടിയും പ്രായമുണ്ട് മാർവൽ കോമിക്സിന്. ഓഫ്കോഴ്സ് മാർവലും DC കുറേ നാൾ മുമ്പ് തുടങ്ങിയാണ്. മാർവൽ തുടങ്ങിയതാവട്ടെ 1939 മാർവൽ കോമിക്സ് തുടങ്ങിയത്. അന്ന് ടൈംലി കോമിക്സ്, അറ്റ്ലസ് കോമിക്സ്, അങ്ങനെ പല പേരുകളുണ്ടായിരുന്നു. പിന്നീടാണ് എന്താ പറയുക നമ്മുടെ ഈ ഇന്നത്തെ മാർവൽ കോമിക്സ് ആയിട്ടും എന്ന പേര് വെച്ച് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അതെല്ലാം ആയത്. ഇനി നമുക്ക് ഈ കോമിക്സ് ഈ അൺവർത്തി തുറന്ന് പറയുന്ന സ്പെസിഫിക് കോമിക് എന്തുകൊണ്ട് എടുത്തതെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് കോമിക്. സോ ഈ ഇത്ര ഒരു സ്പെഷ്യൽ ഒക്കേഷന് ഈ ഒരു കോമിക്കിന് അപ്പുറം ഒരു കോമിക്ക് നല്ലത് കിട്ടില്ല എന്ന് തോന്നി. എൻ്റെ വേറെ കോമിക്സ് ഉണ്ട്. അഫ്കോഴ്സ് ഞാൻ കോമിക് ബുക്ക് കളക്ഷനെ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഐ ബട്ടണിലേക്ക് കൊടുത്തേക്കാൻ കണ്ടു നോക്കുക. അത് അത്യാവശ്യം വൈറലായൊരു വീഡിയോ ആണ്, അപ്പോൾ അതൊന്നും കണ്ടു നോക്കുക. പക്ഷേ ഇത് നമുക്ക് മാർവലിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. സോ മാർവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കോമിക് ക്രിയേറ്ററാണ്. സോ എനിക്ക് കോമിക്സ് വായിക്കുമ്പോൾ ഒരു ഇത് കിട്ടുന്നത് വെച്ചാൽ ഒരു റിലീഫ് കിട്ടും. ബട്ട് ഞാൻ കോമിക് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് സാധാ നിങ്ങളെപ്പോലുള്ളവരൊക്കെ വായിക്കുമ്പോൾ ഒരു റിലീഫ് കിട്ടുന്നത് കിട്ടില്ല. കാരണം എൻ്റെ ജോലി തന്നെ ഇതാണ്, മാർവൽ കോമിക്സ് വായിക്കുക, അതിൽ കുറച്ച് വീട്ടിലെടുക്കുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മാർവൽ കോമിക്സ് ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അതിന് കുറച്ച് വീഡിയോസ് ഇറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു സ്പെസിഫിക് ടൈം കണ്ടെത്തും. അതുകൊണ്ട് തന്നെ മാർവൽ കോമിക്സ് എനിക്ക് ഇഷ്ടമാണ്. മാർവൽ ഇഷ്ടമാണ്, നമ്മൾ തോർ ഇരിക്കുന്നു, മാർവൽ ഇഷ്ടമാണ്, DC ഇഷ്ടമാണ്, എല്ലാ കോമിക്സും. ഓഫ്കോഴ്സ് എൻ്റെ ഫാൻറ്റും ഉണ്ട്, പിന്നെ നമ്മൾ അല്ലാത്ത അമർ ചിത്ര അതെല്ലാം. പക്ഷേ മാർവൽ കോമിക്സ് ഒരിക്കലും ഒരു മെൻ്റൽ റിലീഫ് അല്ലെങ്കിൽ സമാനം തരുന്നില്ല. ബട്ട് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത് തരുന്നൊരു സാധനമാണ് നമ്മുടെ ഇതൊക്കെ മാറ്റിയൊക്കെ ബാലരമ. സോ ബാലരമയിലോട്ട് വരികയാണെങ്കിൽ ബാലരമയുടെ തുടക്കാലം തൊട്ട് നോക്കുക. ബാലരമയുടെ ഫസ്റ്റ് ലക്കം വന്നത്, ആദ്യ ലക്കം പുറത്തു വന്നത് 1972 ഓക്കെ. സോ നമ്മൾ മാർവലിൽ വന്നാവട്ടെ 1939. സോ 4 വർഷമായി. ഇത് 1972, വിച്ച് ഇസ് ലൈക്ക് ഒരു 54-56 വർഷം, ഐ തിങ്ക് കൃത്യമായിട്ട് അറിയില്ല, എന്തായാലും 50 വർഷത്തിന് മുകളിൽ. അന്ന് ഇത് സത്യം പറഞ്ഞാൽ ഇത് ആരാ ഓണർഷിപ്പ് എന്ന് വെച്ചാൽ ഇത് മലയാള മനോരമയിലെ ഒരു പബ്ലിക്കേഷനാണ്. എനിവേയ്സ് ഇത് വന്നിട്ട് ഇന്ന് ഇതിൻ്റെ വില ഇത് ലേറ്റസ്റ്റ് ലക്കമാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. മുമ്പ് വെള്ളിയാഴ്ചകളിലാണ് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ വ്യാഴാഴ്ചയാക്കി. ഇത് ലേറ്റസ്റ്റ് ലക്കമാണ്. അതുകൊണ്ട് March 7 എഴുതിയിട്ടുണ്ട് അടുത്ത ലക്കം. അപ്പം അതിൻ്റെ ഇത് ലേറ്റസ്റ്റ് ലക്കമാണ്. ഇപ്പം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. ഞാൻ കൊച്ചിലെ തൊട്ട് ഐ തിങ്ക് ഒരു 4ാം ക്ലാസ് തൊട്ട് ഇപ്പം എനിക്ക് 20 വയസ്സായി, 21 ആകാൻ പോകുന്നു. ഇപ്പം വരെയും ഞാൻ മുടങ്ങാതെ, ഇടയ്ക്ക് വെച്ച് ചെറിയൊരു മുടക്കം ഉണ്ടായി, എന്നാൽ പോലും മുടങ്ങാൻ പറ്റും. മുമ്പ് തുടക്കത്തിൽ ബാലരമ അമർചിത്ര, ബാലരമ ഡൈജസ്റ്റ് അങ്ങനെയെല്ലാം ഉണ്ടാകും. ആൻഡ് ഇത് ഇപ്പോൾ ഈ ബാലരമയിലൊരു ഫേസ് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇതാണ് ഇപ്പം ബാലരമയുടെ ബാക്ക് സൈഡ്. ഇത് നിങ്ങൾക്ക് കാണാം, രാക്ഷസ വീടെന്ന് പറഞ്ഞൊരു സപ്ലിമെൻ്റ് ഉണ്ട് ബാലരമയിൽ. അത് ഞാൻ മൊത്തം തപ്പി, തിരുവനന്തപുരം മൊത്തം തപ്പി, അവിടത്തും കിട്ടിയില്ല, നല്ലൊരു തപ്പിയില്ല. എന്നാൽ പോലും അത്യാവശ്യം എനിക്ക് അറിയാൻ നടത്ത തപ്പി. അവസാനം ഞാൻ തൃശ്ശൂർ പോയപ്പോൾ എനിക്ക് അവിടെ കിട്ടിയതാണ്. എനിവേസ് ഇപ്പോഴത്തെ ഫ്രണ്ട് പേജ്, കാർ പേജ് ഇങ്ങനെയാണ്. അതായത് മുമ്പെന്ന് വെച്ചാൽ അല്ലാത്ത പടങ്ങൾ, ഇപ്പോൾ ഇത് ഒരുമായി AI അങ്ങനത്തെ സെറ്റപ്പാണ്. ഇനി നമുക്ക് നമ്മുടെ കുറെ പഴയ സാധനങ്ങൾ ഓർക്കാം. പല ഒരു കാര്യം പറഞ്ഞ
ഈ മാർവൽ കോമിക്സും ഇതും ബാലമായിട്ട് ഒരു ബന്ധമുണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒരു ബന്ധമുണ്ട്. ഞാൻ പറയാം, നമ്മൾ മാർവൽ കോമിക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. സ്പൈഡർമാൻ അതിപ്പോൾ ഇന്ത്യയിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ കുറെ കളക്ഷനായിട്ടുണ്ട്, തപ്പി എടുത്താൽ കിട്ടും. സ്പൈഡർമാൻ, ഹൾക്ക്, അയൺമാൻ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്പൈഡർമാൻ, ഹൾക്ക്, അയൺമാൻ എന്നീ ക്യാരക്ടേഴ്സിന്റെ മാർവൽ കോമിക്സ് ഈ ബാലരമയിൽ, ഈ സെയിം എന്ന് വെച്ചാൽ ഇതിലല്ല, ഈ ബാലരമയിൽ വന്നിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സ്പൈഡർമാൻ, അയൺമാനൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. നമ്മുടെ പിന്നെ അതിന് മുമ്പുള്ള പല റീഡേഴ്സും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ ക്യാങ് ഉണ്ടല്ലോ, ക്യാങ്ങിൻ്റെ പല കോമിക്സും, നമ്മൾ ക്യാങ്ങിൻ്റെ കോൺകറും അതും ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടില്ല. ഏർലി 2000s ഞാൻ 2005 ജനിച്ചത്. അപ്പം അതെനിക്കറിയില്ല. 2000 തുടക്കങ്ങളിൽ നിന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തൊക്കെ തന്നെയും മാർവലുമായിട്ടുള്ള ബന്ധം അതൊക്കെ. പിന്നെ നമ്മളെ ഇതുണ്ട്, ചോട്ടാ ഭീമിൻ്റെ മലയാളം സാധനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ എന്താ പറയുക, ഇതറിയും, നിങ്ങൾക്ക് ഇതറിയാം, കൊച്ചു ടി വിയിൽ സംഭവം വേറെ ഒരാൾ കൊച്ചു ടി വിയിലെ ഡിറ്റക്റ്റീവ് രാജപ്പൻ എന്ന് പറഞ്ഞ സാധനമാണ്. അതിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞത് ജെറോണിമോ സ്റ്റിൽട്ടൺ എന്ന് പറഞ്ഞൊരു ചിൽഡ്രൻസ് ബുക്കാണ്. ആ സാധനം വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ജെറോണിമോ സ്റ്റിൽട്ടൻ്റെ ഡിറ്റക്റ്റീവ് ജെറോണിമോ സ്റ്റിൽട്ടൺ എന്ന് പറഞ്ഞ ഈ സാധനം ഈ അടുത്ത വരെ ഇതിലുണ്ടായിരുന്നു. അവർ റൈറ്റ്സ് വാങ്ങിയല്ല. പിന്നെ ഇതിലൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇതുള്ള ജമ്പനും തുമ്പനും, ഒരു മീശയൊക്കെ പിടിച്ചത്, ഇതുപോലത്തെ മീശയൊക്കെ പിടിച്ച് വണ്ണമുള്ളൊരു പോലീസും അതിൻ്റെ ഒരു പട്ടിയും ഒക്കെ ഉള്ള, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നൊസ്റ്റാൾജിയ അടിക്കുന്നത് എനിക്കറിയാം, ജമ്പനും തുമ്പനും. പിന്നെ അതിൽ ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് നമ്മുടെ ഷെർലക് ഫോക്സ് എന്ന് പറഞ്ഞു. വാട്സൺ ആണല്ലോ ഷെർലക് ഹോംസിൽ. വാട്സൺ വരെ റാറ്റ്സൺ, ഷെർലക് ഹോംസിന് വരെ ഷെർലക് ഫോക്സ് എന്ന് പറഞ്ഞു, കുറുക്കൻ. ഇത് നമുക്ക് ബാലരമയുടെ ഉള്ളിൽ വരാം. ഇപ്പോഴത്തെ ബാലരമയുടെ ഉള്ളിൽ ഇങ്ങനെയാണ്. പണ്ടും അങ്ങനെയായിരുന്നു. ഒരു ചെറിയൊരു എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഒരുപാട് കാണിക്കാത്തത്. എന്തായാലും നമ്മൾ മാർവലിൻ്റെ സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാലരമയുടെ കമ്പാരിസണിൻ്റെ വശമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഈ സംബന്ധിച്ച ഒരു ഗുണപാഠ കഥ, ഇത് പല സമയത്തും പല ഇതാണ്, ഇതെന്ന് വെച്ചാൽ പല പവർ സോഴ്സിനനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അതായത് ചില സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ലെവലുള്ള അവസാനം ഇത് ഇവിടെ വന്നിട്ടൊരു തോട്ട് ഉണ്ടാവും, ഒരു മോറൽ, അതാണ് ഇതിൻ്റെ പവർ. പിന്നെ ഈ സംബന്ധിച്ചാൽ ഇത് നിങ്ങൾക്ക് അറിയിട്ടുണ്ട് മോൻ, അതല്ല നമ്മുടെ വിഷയം. പക്ഷേ ഈ സാധനം നല്ലതാണ്. പക്ഷേ ഇത് കോമിക് വൈസ് നമുക്കുള്ളതല്ല. ഇത് റെയിൻബോ റിയോൺ, ഇത് ഞാൻ പറയാം, അത് ഉണ്ട്. ഇത് നമുക്ക് എടുക്കാവുന്ന ഈ സാധനം ഐ തിങ്ക് ഒരു 70s 80s 90s കിഡ്സിനൊക്കെ മറക്കാൻ പറ്റില്ല. ജംഗിൾ ബുക്ക് ഇപ്പം ബാലരമയിൽ തിരിച്ചെന്നിരിക്കുകയാണ് ഗൈസ്. ആൻഡ് ഓൾസോ വൺ തിങ്, ബാലരമയുടെ പ്രൊമോഷനൊന്നുമില്ല, എനിക്ക് ബാലരമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ജീവനാണ്. ബാലരമേനെ പ്രൊമോഷൻ വിളിച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും, അത് വേറെ കാര്യം. ഫ്രീ ആയിട്ടല്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. ഐ മീൻ ഇങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യണമെന്ന് തോന്നി, കാരണം അതൊരു പുതിയ കണ്ടന്റ് ചെയ്യണമെന്ന് തോന്നി, ഡെയറിങ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. സോ എന്തായാലും ജംഗിൾ ബുക്കുണ്ട്. ഇത് പുതിയ ചിത്രകഥയാണ്, ഇപ്പം തുടങ്ങിയ ലേറ്റസ്റ്റ് ചിത്രകഥയാണ്, പുതിയ ചിത്രകഥ. ഇതിന് അത് ജംഗിൾ ബുക്ക് മൗഗ്ലിയില്. ഇനിയാണ് ഞാൻ പറയാം, ഞാൻ വിട്ടുപോയി. നമ്മുടെ മായാവി, ഈ ബാലരമ എങ്ങനെ നിങ്ങൾ കോമിക്കായിട്ട് കമ്പയർ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, ബാലരമയ്ക്ക് സ്വന്തമായിട്ട് പല ക്രിയേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നതാണ് മായാവി. തുടക്കം തൊട്ട് ഇതിൽ പല സാധനങ്ങളും അവർ റൈറ്റ്സ് മേടിച്ച് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുത്തുന്നുണ്ടെങ്കിൽ മായാവി അവരുടെ ഒറിജിനൽ കണ്ടന്റാണ്. അതുകൊണ്ട് തന്നെ ഐ ക്യാൻ 100% മായാവി മാത്രമല്ല, 100% ഒരു ഒറിജിനൽ കണ്ടന്റായിട്ട് മായാവിയെ പോലെ പലതും. അതുകൊണ്ട് തന്നെ ഇതൊരു കോമിക്കല്ല, ഒരു ചിൽഡ്രൻസ് വീക്ക്ലിക്ക് വരെ ഒരു കോമിക്കായിട്ട് കണക്കാക്കാനാണ് എനിക്കിഷ്ടം. അഫ്കോഴ്സ് ഇതൊരു പോപ്പ് കൾച്ചർ എന്തൂസിയാസ്റ്റ് കോമിക്ക്, നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ കോമിക്ക് തന്നെയാണ്. ഇപ്പോഴും എൻ്റെ ചൈൽഡ്ഹുഡ് തീർന്നിട്ടില്ല, ഇതെനിക്ക് കോമിക്ക് തന്നെയാണ്. മായാവി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, ഇപ്പം ഇലിസ്ട്രേഷൻ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ അടുത്ത് വന്നാൽ നമ്മളൊക്കെ ഈ സംഭവം ഇങ്ങനത്തെ ഇലിസ്ട്രേഷൻ ഈ അടുത്ത് വന്നതെന്ന് വെച്ചാൽ ഒരുമാതിരി ഒരു ഭയങ്കര ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, അത് വായിക്കുന്നവർക്ക് അറിയാം. അതൊരു വേറെ ഒരു കയ്യൊരു ടൈപ്പ് ആനിമേഷൻ. അത് ഇതിൻ്റെ തുടക്കത്തിൽ അങ്ങനെയില്ല, പക്ഷേ മുമ്പ് വന്നതിലൊക്കെ അങ്ങനെയുണ്ട്. അതെന്താണ് സംഭവിച്ചത് എനിക്കറിയാം. എന്നാൽ പോലും
മായാവി ഈസ് സ്റ്റിൽ എ ജെം എന്ന് ഞാൻ പറയുന്നു. കാരണം അത്ര ഇതാണ്. ആൻഡ് ഈ അഫ്കോഴ്സ് ഇത് പറഞ്ഞ് ഇതിനെയാണ് നമ്മൾ ബാലരമയാണ് കൂടുതൽ പറയുന്നത്. കാരണം നമ്മൾ ആ കമ്പാരിസണിൽ എത്തിക്കുകയാണ്. അപ്പോൾ കാരണം ഈ തോറിൽ ഇപ്പം കേസ് ഞാൻ പറഞ്ഞത് ഈ അൺവർത്തി തോർ എന്ന് പറയുന്ന സാധനത്തിൽ ഉള്ളതെന്ന് വെച്ചാൽ തോർ അൺവർത്തിയാവുന്നത് പിന്നീട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാത്തത്. അതിൻ്റെ അഫ്കോഴ്സ് ഈ കോമിക്സ് എൻ്റെ വ്യൂവേഴ്സിന് മുമ്പ് വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വട്ടം തുറന്നു കാണിച്ചിട്ടുണ്ട്. അഫ്കോഴ്സ് എൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് നമ്മൾ മാർവലിൻ്റെ പഴയ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിലോട്ട് വന്നത്. എനിവേസ് ഇതിലിപ്പം ഇതൊരു കഥയുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് കഥയാണ് കേസ്. അതായത് SP രൺവീർ ബിസ്വാൽ അയാളുടെ SP രൺവീർ ബിസ്വാലിൻ്റെ കഥകൾ, അതാണ് ഇതിൽ ബോർ ഐലൻഡ്സ് എന്ന് പറഞ്ഞ സംഭവം. ബോർ എന്ന് വെച്ചാൽ കാട്ടുപന്നി, അതിൻ്റെ ഒരു കഥ നടക്കുകയാണ്. അത് അടിപൊളിയാണ്. അയാൾ നല്ല ഇതിൻ്റെ നല്ല ഇലിസ്ട്രേഷനും കാര്യങ്ങളാണ്. ഇതിൻ്റെ SP രൺവീർ ബിസ്വാലിൻ്റെ ഒരുപാട് കഥകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇത് വായിക്കാൻ പറ്റിയ ലെവലാണ്. എൻ്റെ ബാല്യം ഞാൻ വായിക്കുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ട് വായിക്കും. അതാണ് എനിക്ക് കംഫർട്ട് എന്ന് ഞാൻ പറയാം. ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇപ്പം പുതിയൊരു സെറ്റപ്പാണ് വന്നത്, നമ്മുടെ ഗ്രീക്ക് പുരാണ കഥകൾ. അതിപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ അടുത്ത് വായിക്കുന്നത്, പക്ഷേ ഈ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ വായിച്ചു. അതിൻ്റെയും ഇലിസ്ട്രേഷൻ ചെക്കിറ്റ് ഔട്ട് ഗൈസ്, നല്ല ഇലിസ്ട്രേഷനാണ്. ആ ഒരു ഗ്രീക്ക് നമുക്ക് ആ ഒരു വൈബ് കിട്ടും ഇതിൽ നിന്ന്. ബാലരമ സ്റ്റോറി അത് മാത്രമല്ല, കഥകൾ മാത്രമല്ല പറഞ്ഞോണം. ക്വിസ് വെച്ചിട്ടുണ്ട് 2025 ക്വിസ്. പക്ഷെ അത് ഞാൻ നോക്കാറില്ല, അതാണ് എൻ്റെ ഇത്. പിന്നെ നമുക്ക് അക്കു ആൻഡ് ഇക്കു, അഫ്കോഴ്സ് ആർക്കും ബാലരമ വാങ്ങിക്കുന്ന ആർക്കും അറിയാം. ഇവിടെ ഇത് 2 പേര് അക്കു ആൻഡ് ഇക്കു. കുറച്ച് കുറച്ച് ആഴ്ചകൾ മുമ്പ് വരെ അക്കു ആൻഡ് ഇക്കു ക്ലാസിക്സ് എന്ന് പറഞ്ഞിട്ട് പഴയ ഇതുണ്ട്. അതായത് പഴയ മുമ്പത്തെ കഥകളൊക്കെ അതാണ് കാണിച്ചത്. ഇപ്പം പുതിയ കഥകൾ വന്നു തുടങ്ങി. ആൻഡ് ഓഫ്കോഴ്സ് നല്ല ബുദ്ധിശാലിയായ കുറുക്കന്മാരാണെന്ന് തോന്നുന്നു. യെസ്, അറിയത്തില്ല, എത്രയൊരു മിസ്റ്ററിയാണ്. അറിയാന്നുള്ളത് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ സംഭവം ഉണ്ട് നാടോടിക്കഥ, പല രാജ്യങ്ങളിലെ ഇതാണ്. അതായത് പക്ഷെ എനിക്ക് എത്ര ഞാൻ വായിക്കാം. ഇനിയാണ് നമ്മുടെ ഒറിജിനൽ കണ്ടന്റ്. ഇത് ഇനി ഒറിജിനൽ കണ്ടന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റെയിൻബോ റിയോൺ എന്ന് പറഞ്ഞിട്ട് ഈ പയ്യനാണ്, ഇവനാണ് റെയിൻബോ റിയോൺ. ഇവന് ഒരു സൂപ്പർ പവർ ഉണ്ട്. അതായത് ഇവൻ്റെ ഒരു മുറിവ്, കയ്യിലൊരു മുറിവുണ്ടായാൽ അത് പ്രസ് ചെയ്താൽ ഇവന് കളറിനനുസരിച്ച് സൂപ്പർ പവർ കിട്ടും. ഇന്ന കളറിന് ഇത്ര ലെവൽ ഓഫ് പവർ ഉണ്ട്. ആ ലെവലാണ് ഇവൻ്റെ ചിത്രകഥയാണ്. അത് ഇപ്പോഴത്തെ തീർന്നു. ഇനി അടുത്ത ചിത്രകഥ വരാൻ പോവുകയാണ്. അവസാനിച്ചു. അടുത്ത പുതിയ ചിത്രകഥ. പിന്നെ ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ആനിമേസിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇത് ടോയ് സ്റ്റോറിയാണ്. ടോയ് സ്റ്റോറി അപ്പ്. ഈ ആനിമേറ്റഡ് പടങ്ങളുടെ ഫാക്ട്സ് അങ്ങനെയാണ്. ആൻഡ് ഗൈസ് ഇത് അവൻ്റെ ഒറിജിനൽ കണ്ടന്റ് എന്ന് പറഞ്ഞപ്പോൾ രാജാ തൂങ്ങാൻ പണ്ട് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച സാധനമാണ്. ബട്ട് ഈ സാധനം ഇപ്പം തിരിച്ചു വന്നിരിക്കുകയാണ്. തിങ് ഈസ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജോക്സും കാര്യങ്ങളും. ഇത് മാത്രമല്ല, ഈ സാധനം ബാലരമയിൽ വേറെ സാധനങ്ങളുണ്ട്. നമ്മളിപ്പോൾ 71 പേജ് തീർന്നെന്ന് വിചാരിക്കണ്ട, ഇനിയും സാധനങ്ങളുണ്ട്. ഇവരും കേട്ടിട്ടാണ് രാജാവ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കിത് സത്യം പറഞ്ഞാൽ. പണ്ട് ഇത് ഒരു ദിവസം ഒരു ആഴ്ച വിട്ടാണ്, ഇപ്പം എല്ലായ്പ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ സാധനം എൻ്റെ ഫേവറേറ്റ് മറ്റേ നമുക്കിതോ സൂത്രനും ഷെയ്ഡും. സൂത്രൻ അഫ്കോഴ്സ് നല്ലൊരു ഇതാണ്. എന്താ പറയുക, നമ്മളെ ചിരിപ്പിക്കുന്ന സൂത്രൻ്റെയും ഈ ഷെയ്ഡുവിൻ്റെയൊക്കെ നല്ല രസമാണ്. പിന്നെ എൻ്റെ ഞാനൊരു സംഭവം തപ്പി വെച്ചാൽ അതെവിടെ പോയി? അയ്യോ, അല്ല ആ സാധനം കിട്ടണം. ഞാൻ തപ്പട്ടെ, ഒരു കിട്ടേണ്ടതാണ്. അതും കൂടെ കാണിച്ചിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ട് ഞാൻ ഇതാണ് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഭൂതവൈദ്യം സെറ്റ് സാധനമാണ്. ഞാനത് വായിച്ചു തരാം. അതായത് ഇയാൾ പറയാണ് ഈ തൻ്റെ അമ്മാവൻ്റെ ചെവി 2 മുറിച്ച് കളഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞത് അയ്യോ, അപ്പം അതെന്തിന് പുള്ളിക്ക് എയർ ബാലൻസിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പം റെഡിയായി. ഇത് ഡോക്ടറാണ് ഈ പച്ച. ഇവൻ്റെ ഭൂതങ്ങളാണ്. അപ്പം 2 മുറിച്ചോ എന്ന് ചോദിച്ചു. അപ്പം മുറിച്ചു. അസുഖം മാറി. ഇപ്പോൾ ഇയർ
ഒന്നും ബാലൻസ് ഇല്ല, അതായത് ചെവി ബാലൻസേ ഇല്ല, 2 ചെവി ഇല്ല എന്നാണ് അതിനർത്ഥം. പിന്നെന്ന് വെച്ചാൽ നമ്മൾ സൂത്രം എത്തിയല്ലേ, സൂത്രം എത്തി. അഫ്കോഴ്സ് നമുക്കിനി ഈ സാധനം ഇത് നിങ്ങൾ വായിക്കണം. ബാലമേ ജംഗിൾ ടൈംസ് എന്ന് പറഞ്ഞ സാധനം അടിപൊളിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന വാർത്തകളൊക്കെ എടുത്ത് ഒരു സറ്റാറിക്കൽ രീതിയിൽ അവതരിപ്പിച്ച് അത് നല്ല രസമാണ്. ആനിമൽസിൻ്റെ ഇപ്പം എന്താ പറയുക, കെമിസ്ട്രി ക്ലാസ്സിൽ നിന്ന് വിദ്യാർത്ഥിയെ പുറത്താക്കി. അങ്ങനെ നമ്മളെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന നല്ലതാണ്. അങ്ങനെ ഒരു എൻ്റെ ഇത് വെച്ചില്ല ഒഴിപ്പിക്കാൻ പറ്റില്ല. ജംഗിൾ രാജ് പണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒരു സിംഹത്തിൻ്റെതായിരുന്നു, അതൊരു കോമഡി സാധനമായിരുന്നു. അത് ജംഗിൾ രാജ് എന്ന് അത് മറന്നു പേര് പറഞ്ഞു, പക്ഷെ എനിക്ക് ആ സെയിം സാധനം ഓർമ്മയുണ്ട്, ജംഗിൾ രാജ്. ഇത് ജംഗിൾ രാജ് പുതിയ സാധനമാണ്. ഇത് ഒരു അടിപൊളി സെറ്റപ്പാണ്. ചിലത് കോമഡിയാണ്, ചിലത് കുഴപ്പമില്ല. എനിക്ക് മോശമേ ആണെന്നില്ല, ചിലത് വർക്കാവും, എനിക്ക് ചിലത് വർക്കാകാം. ബട്ട് ഒരുപാട് സംഭവം നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ശിക്കാരി, ശംഭു, ജമ്പനും തുമ്പനും, പിന്നെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് പേരെടുത്ത് പറയാൻ തുടങ്ങിയില്ല. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് വന്നതിൻ്റെ മെയിൻ സാധനം ഞാൻ പറയാം, കമ്പാരിസൺ. ഓക്കെ, ദിസ് ഇസ് മാർവൽ കോമിക്സ്. ഇത് അൺവർത്തിത്തോറായിട്ട് ഇത് കാണുന്നത്. ഇത് മാർവൽ കോമിക്സിനെ റെപ്രസെൻ്റ് ചെയ്ത് എൻ്റെ മുമ്പിൽ വന്നൊരു കോമിക്കാണ്. ഇത് ബാലമ ദ OG ആണ്. ഓക്കെ, സോ ഇത് ഞാൻ പറയാൻ പോകുന്നത് ഇതൊരു പുതിയ കണ്ടന്റാണ്. മലയാളത്തിലല്ല, ഞാൻ ഈ ലോകത്തിൽ ആരും ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. എനിക്ക് ഇതിൻ്റെ ഇതാണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, പക്ഷേ ചെയ്യണമെന്ന് തോന്നി. അഫ്കോഴ്സ് അത് ഒരു ഡയറക്റ്റായിട്ട് ചെയ്യാന്ന് വെച്ചാൽ. അപ്പം ഈ സാധനം വന്നിട്ട് ഞാൻ പറയും അതിൽ ഇത് ഏതാണ് നല്ലത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് ഇത് സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ. എൻ്റെ ഒരു ഇത് പറയാം, ഇത് അൺവർത്തി തോർ. എനിക്ക് ഇത് വായിക്കും, അൺവർത്തി തോറല്ല, മാർവൽ കോമിക്സ് ആയിട്ട് DC കോമിക്സ് ആയിട്ട് ഞാൻ ഫാൻഡത്തിൻ്റെ കോമിക്സ് വായിക്കും. പിന്നെ നമുക്ക് കുറച്ച് ഇന്ത്യൻ കോമിക്സ് കിട്ടും. അറിയാമെങ്കിലും ഡോഗ, നാഗരാജ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അഫ്കോഴ്സ് നമ്മുടെ പണി അതാണ്. അപ്പം ഇവിടെ ഈ സൈഡിൽ കുറേ കോമിക്സ് ഞാൻ പറഞ്ഞില്ല, കോമിക് കളക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ കാരണം. ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം മാർവലാണ്. സോ മാർവൽ ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ പണി ഇതായതുകൊണ്ട് തന്നെ മാർവൽ കോമിക്സ് അല്ലെങ്കിൽ എല്ലാ കോമിക്സും വായിക്കാൻ ഞാൻ സമയം കണ്ടെത്തി. ആ ഒരു സമയത്ത് പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കംഫർട്ട്, എനിക്ക് മെൻ്റൽ കംഫർട്ട് എല്ലാം തരുന്നത് ഈ കെയോട്ടിക് വേൾഡ്, കെയോസ് നടന്ന ഈ കെയോട്ടിക് വേൾഡിൽ കംഫർട്ടിങ് കാര്യങ്ങളെല്ലാം തരുന്നത് ബാലരമയാണ്. ഇത് വായിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വലിയ ഭാരിച്ച പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് ഇത് വായിക്കാൻ വേണ്ടി വരും. സോ ദ റിയൽ വിന്നർ ഐ എം ഗോയിങ് ടു ചൂസ് ഇസ് so guys, our winner, no, my winner here is ബാലരമ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബാലരമ ഇസ് എൻ ഇമോഷൻ ഫോർ മീ. ഈ സാധനം വാങ്ങിക്കാൻ പലരും കളിയാക്കിയിട്ടുണ്ട്. ഇന്നും എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന പലർക്കും ബാലരമ ഇഷ്ടമാണ്. എന്നാൽ പോലും അവർ വീട്ടിൽ വരുത്താത്തതിന് മെയിൻ പ്രശ്നം അവർ ബന്ധുക്കളെ കളിയാക്കുക, കൂട്ടുകാരെ കളിയാക്കുക. ഇത്രയും പ്രായമില്ല. സോ ഗൈസ്, അവരൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. അവരൊന്നും ചിലവില്ലല്ലോ നമ്മൾ ജീവിക്കുക. പിന്നെ ഒരു കാര്യം, ഇത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ഈ സാധനം എനിക്ക് ജീവനാണ്, അതിനെക്കാട്ടിയും ജീവനാണ് ഇത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇത് മാർവൽ ഇഷ്ടമാണ്. അത്ര മാർവൽ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇരിക്കത്തോലുമില്ല. ബട്ട് ഫോർ ദ വിന്നർ, നമുക്കൊരു വിന്നറെ ചൂസ് ചെയ്തേ പറ്റൂ. ഇതിൻ്റെ ആ ഒരു OG ടൈറ്റിൽ എപ്പോഴും ഉണ്ടാവുകയും. ആൻഡ് ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇതിൽ ബാക്ക് സൈഡ് ഞാൻ രാക്ഷസ വീട്, ഇതിന് ഡിഷ്കു. ഓക്കെ, ചിരിച്ചാൽ 10 രൂപ ശക്തി കിട്ടുന്ന അപ്പൂപ്പൻ. പിന്നെ ശിക്കാരി ശംഖു, മണ്ണൻ സുബ്രു വന്നതിനും കുഴപ്പമില്ല, പക്ഷെ ആ കോമഡി അല്ല. ശിക്കാരി ശംഖു, ഡിഷ്കു എനിക്ക് ഒരു താല്പര്യമുണ്ടോ എന്ന് വെച്ചാൽ വന്നാൽ നന്നായിരിക്കും. ഡിഷ്കു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിപ്പം 98 പേജുണ്ട്. ഒരു 150 പേജെങ്കിലും വരണം, അത്രയും ചിത്രകഥകളൊക്കെ വന്ന് സെറ്റാവണം. പക്ഷെ ഇത് ഇപ്പോഴും അടിപൊളി സാധനം. സോ പിന്നെ ഈ ടൈറ്റിൽ അർഹനായ ഇത് നമ്മൾ ടൈറ്റിലിട്ടില്ലല്ലേ. സോ ദ വിന്നർ ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത് ബാലരമയ്ക്കാണ്. ഐ ജസ്റ്റ് ലവ് ബാലരമ. സോ ബാലരമയാണ് നമ്മളെ വിന്നർ.
എനിവേസ് ഇതൊരു ഒന്നൊന്നര കണ്ടന്റ് ആയിപ്പോയി. കാരണം ഇമാതിരി ഒരു സാധനം ഞാൻ അന്വേഷിച്ച് നോക്കി, സെർച്ച് ചെയ്ത് നോക്കി, ആരും ഇതുവരെ ചെയ്തിട്ട്. എനിവേസ് എനിക്ക് ചെയ്യണം തോന്നി, പെട്ടെന്ന് തോന്നിയ കാര്യമാണ്. എനിവേസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കേട്ടോ. അതിൽ സൈനിങ് ഔട്ട്. ആൻഡ് യു ആർ സൂപ്പർ ടീം ആൻഡ് നമ്മളാണ് സൂപ്പർ ഹീറോസ്.